നമ്മൾ പറഞ്ഞത് കുത്തിബ എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖപ്പെടുത്തുക. അലൈഹി അവന്റെ പേര് അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട അന്നഹു നിശ്ചയമായും അവന് മൻ തവല്ല അവൻ ആരെയാണോ സ്വീകരിച്ചത് ഏറ്റെടുത്തത് ഫഅന്നഹു നിശ്ചയമായും യുദില്ലുഹു അവനെന്ത് ചെയ്യും? വഴിവഴിപ്പിക്കും. വയഹ്ദീഹി വയഹ്ദീഹി പറഞ്ഞാൽ അപ്പം എന്തോ നിർമാർഗാവോ? എന്തായി? അപ്പൊ എന്താ അർത്ഥം? യഹ്ദീഹി എന്താണ്? വഴി നടത്തും. ഓക്കെ, വഴി നടത്തും. ഇല എന്തിലേക്ക്? അദാബ് സഈർ. സഈർ എന്നത് അസ്മാഉൽ അസ്മാഇ ജഹന്നമിന്റെ ഒരു പേരാണ്. അപ്പൊ എന്താ? നരകത്തിലേക്ക് യഹ്ദീഹി എന്ന് പറഞ്ഞാൽ വഴി നടത്തും. ഓക്കെ, അപ്പോ ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഇപ്പൊ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? പിശാചിനെ ആരെങ്കിലും മിത്രമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ വഴി നടത്തുന്നതിലേക്കും നരകത്തിലേക്കായിരിക്കും. കുതിബ അലൈഹി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അഥവാ ഇത് അള്ളാഹ് രേഖപ്പെടുത്തിയതാണ്. ഇതിലെന്തുണ്ടാവില്ല? മാറ്റം സംഭവിക്കില്ല. അഥവാ ഒരാൾ ശൈത്താനിനെ പിൻപറ്റുന്നവനാണെങ്കിൽ നരകക്കാരനാണ്. ഇതിലൊരു മാറ്റമില്ല. ഇതിലൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. ശൈത്താനിനെ പിൻപറ്റിയിട്ടാണ് ഒരാൾ ഉള്ളതെങ്കിൽ അവന് ശൈത്താൻ പണിയെടുക്കുന്നുണ്ടായിരിക്കും. നരകത്തിന്റെ ആളാക്കി മാറ്റാൻ വേണ്ടിയിട്ടേക്ക് എന്ത് ചെയ്യാം? ശൈത്താൻ പണിയെടുക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, ഓപ്പുതൊഴിലിന്റെ മുതൽ പറഞ്ഞു പറഞ്ഞിരുന്നത് ശൈത്താൻ ഓരോ മനുഷ്യരെയും ഓരോ രൂപത്തിൽ എന്ത് ചെയ്യും? തെറ്റിക്കും. ഓരോ മനുഷ്യരെയും ഓരോ രൂപത്തിലേക്ക് ചെറുത് തെറ്റിക്കുക. ചില ആൾക്കാർക്ക് ഹറാമായ സമ്പത്ത് കൊണ്ട് തെറ്റിക്കും. ചില ആൾക്കാർക്ക് വസ്വാസുകൾ തെറ്റിക്കും. ചില ആൾക്കാർക്ക് നിരാശയും സങ്കടവും അല്ലെങ്കിൽ ടെൻഷനും ആ രൂപത്തിലിട്ട് തെറ്റിക്കും. ചില ആൾക്കാർക്ക് ഇതൊക്കെ വന്നിട്ട് ചില ആൾക്കാർ തൗബ ചെയ്യിപ്പിക്കാതെ ചില ആൾക്കാരനെ ദുനിയാവിന്റെ സമയത്തൊക്കെ നല്ല മനുഷ്യനാക്കി ചെയ്യിപ്പിക്കും. പക്ഷേ മരണത്തിന്റെ സമയത്ത് ശൈത്താൻ പിടിക്കും. ചരിത്രത്തിൽ കാണുന്ന ഒരു മനുഷ്യൻ യുദ്ധക്കളത്തിൽ പോരടിച്ച് ഒരുപാട് ആളുകളെ ആ മനുഷ്യൻ കൊലപ്പെടുത്തുന്നത്. ആ കൊലപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുറിവേൽക്കുന്നുണ്ട്. ആ വേദന സഹിക്കാൻ വയ്യാതെ സ്വന്തം ആയുധം കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്യണം. മരണത്തിന്റെ സമയത്ത് ചെയ്താൽ പിടിക്കും. നമ്മൾ ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത് മരിക്കുന്ന സമയത്ത് വഹിയിലായി ഈമാനായിട്ട് ചോദിക്കണം. അല്ലാതെ തരാൻ പറ്റും. അള്ളാഹിനോട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന വിഷയമാണ്. അള്ളാഹ് മരിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞങ്ങളെ ഹിദായത്തിന് മരിപ്പിക്കണം, ഈമാനോട് കൂടി മരിപ്പിക്കണം. ശൈത്താൻ മരണത്തിന്റെ സമയത്ത്, കാരണം ശൈത്താൻ ഇനി ആ മനുഷ്യൻ കിട്ടൂല. ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ശൈത്താൻ ആ മനുഷ്യന്റെ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പൊ ചില ഉലമാക്കൾ പറഞ്ഞ ശൈത്താൻ ഏറ്റവും ചിലപ്പോൾ പണിയെടുക്കപ്പെടും മരണത്തിന്റെ സമയത്തായിരിക്കും. അപ്പോ അള്ളാഹിനോട് എപ്പോഴും നമ്മൾ കാവൽ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. മരിക്കുമ്പോൾ ഈമാനോട് കൂടി ശൈത്താൻ നിർത്താതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓവർ ടൈമാണ് ശൈത്താൻ. ശൈത്താന്റെ സമയം ശേഷിച്ചല്ലോ, ഓവർ ടൈമായിട്ട് ശൈത്താൻ പണിയെടുത്തുകൊണ്ടിരിക്കും. പല രൂപത്തിലായിരിക്കണം. പക്ഷെ അള്ളാഹ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി വെച്ചിട്ടുണ്ടാ പ്രാർത്ഥന, തൗബ. ശൈത്താൻ ഒരു മനുഷ്യനെ തെറ്റിക്കും, ഒരിക്കലും അവിടെ നിന്ന് അവൻ അള്ളാഹുവിലേക്ക് മടങ്ങില്ല എന്നുള്ളതാണ് തൗബ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു സംഭവം പറയുന്നത് അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ അദ്ദേഹം എല്ലാ രാത്രിയും വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എല്ലാ രാത്രിയും വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ദിവസം രാത്രി വ്യഭിചരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകണം.
ആ സമയത്ത് ഒരു മുഅദ്ദിൻ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പാരായണം ചെയ്യണം. എന്ന് പറഞ്ഞു തുടങ്ങുന്ന